ഗുഡ് മോർണിംഗ്. സൂക്ഷിച്ച് നോക്കേണ്ട ഉണ്ണി, ഞാൻ നമ്മുടെ വീട്ടിലല്ല. ഞാൻ ഇന്ന് ചേച്ചിയുടെ അടുത്താ. നമ്മൾ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടുത്തെ ഒരു ഡൈൻ മൈ ലൈഫ് ആവാണ്. എല്ലാവരും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ശ്രീയാണ് കേട്ടോ ചേച്ചീൻ്റെ എൻ്റെ കൂടെ. ചേച്ചി അലക്കാൻ പോവുകയാണ്. അലക്കാൻ നമ്മൾ ഹോം ടൂർ ചെയ്തിരിക്കും. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഹോം ടൂർ ചെയ്തിരിക്കും ഗൈസ്. ഇവിടെ കാലത്ത് കഴിഞ്ഞപ്പോഴേ വല്ലൂരത്തെ ഒരു കാലാവസ്ഥയല്ല. നമ്മൾ വല്ലൂർ എനിക്കുമ്പോൾ വല്ലൂരിൽ നിന്ന് ഞാൻ എന്താ പറയുക വളരെ വ്യത്യസ്തമായി നമ്മളങ്ങനെ വീട് വിട്ട് മാറിക്കാത്ത കാരണമുണ്ടേ എനിക്കിങ്ങനെ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്ന പോലെ തോന്നി. ചൂടാ. ഞാൻ ഇറക്കുന്നുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടേ, നമ്മുടെ അവണിശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട്. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ നടക്കാനുള്ള ദൂരമുള്ളൂ നമുക്ക്. ഒല്ലൂരാണ് ചേച്ചിയുടെ വീട് കേട്ടോ. പിന്നെ ഇവിടെ കാക്കയുണ്ട്. ഇവരൊക്കെ കാക്കയാണ് കണ്ടിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ വല്യൊരു കാക്കയില്ല ഗൈസ്. ഇവിടെ കൊതുകുണ്ട്, കൊതുക്. ഞങ്ങളുടെ വലിയൊരു കൊതുകില്ല ഗൈസ്. അപ്പോൾ ആക്ച്വലി കുറേ നാളായി നിങ്ങൾ പറയുന്നു ഹോം ടൂർ എടുക്കുന്നു. അപ്പം എന്താ ചേച്ചി നമ്മൾ ഹോം ടൂർ എടുക്കാറുണ്ട്? ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ പേരുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിറയെ മരക്കമ്പനികളാ. അത് കാരണം എപ്പോഴും നമ്മുടെ റീസയുടെ ശബ്ദം കേൾക്കുന്നില്ല. റീസ എന്നല്ല പറയാൻ ഇറക്കണ റീസ. തൊട്ട് മുന്നിൽ നമ്മുടെ ഈ ഒരു മതിലിൻ്റെ ഇതിലപ്പുറത്ത് ഒരു മരക്കമ്പനി എപ്പോഴും മരം അറപ്പിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. ചെടി നനയ്ക്കാം നമുക്ക് ചേച്ചിയുടെ കൂടെ പോയിട്ട്. ചെടി കുറേ ചെടികളുണ്ട് ചേച്ചിയുടെ അടുത്ത്. അച്ഛൻ വല്ലൂർക്ക് പോവുക. വല്ലൂർക്ക് എന്താ വെച്ചാ അവിടെ പണി? വൈകുന്നേരം അച്ഛൻ വന്നിട്ട് വേണം നമുക്ക് റീൽ ചെയ്യാൻ. നേരത്തെ വന്നോളൂ. പൈപ്പ് വെള്ളം വരും ഇവിടെ ചെടി നനയ്ക്കാനായിട്ട്. ചെടി നനയ്ക്കാനായിട്ടല്ല കേട്ടാ, പൈപ്പ് വെള്ളം വരും. അപ്പോഴാണ് ചേച്ചി ചെടി നനയ്ക്കുക. അപ്പോൾ അവണിശ്ശേരി പഞ്ചായത്താണ് കേട്ടോ. അപ്പോൾ അവണിശ്ശേരി പഞ്ചായത്തിൽ ചേച്ചിക്ക് വെള്ളം വരും, കാലത്ത് വെള്ളം വരും. അപ്പോൾ ചേച്ചി കാലത്ത് തന്നെ ഇതൊക്കെ നനച്ചിട്ട് ചേച്ചി കടയിൽ പോട്ടാ. ചേച്ചിക്ക് ഏട്ടായിയുടെ കൂടെ നമുക്ക് ടൈലറിങ് ഷോപ്പല്ലേ, ചേച്ചി കടയിൽ പോവും. കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ടാന്ന് തോന്നുന്നു ചേച്ചി കടയിൽ പോവും അല്ലേ ചേച്ചിയാ? കുഞ്ഞ് 7 മണിയാകുമ്പോഴേക്കും പോകുന്നു. അങ്ങനെ കടയിൽ പോവും. അങ്ങനെ ചേച്ചി കടയിൽ പോണേക്കാളും മുന്നേ ഇവിടെ നനച്ച് ഇതാക്കിയിട്ടാണ് പോവുക. ഇതിനേക്കാളും ചെടികളുണ്ടായിരുന്നു. നമ്മുടെ പഴയ വീട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പറ്റും. കുറേ അങ്ങനെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് കുഞ്ഞിതായിരുന്നു. അപ്പോൾ ചേച്ചി വീടിൻ്റെ മുറ്റത്തൊക്കെ നിറച്ച് ഞാത്തിയിട്ടിട്ടേ കുറേ ചെടികളായിട്ട് ഫീൽ ചെയ്യായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി വിശാലമായി നമ്മുടെ മുറ്റമൊക്കെ. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ചേച്ചി ആക്കി വരുന്നുള്ളൂ. നമ്മുടെ ചെടിത്തോട്ടം എന്താ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഇരുമ്പമ്പുളി മരം ഉണ്ട് കേട്ടാ. എല്ലാ വീട്ടിലുള്ള ഇരുമ്പമ്പുളി മരം പോലെ തന്നെ നമ്മുടെ അന്നദാതാവാണിത്, അന്നദാതാവ്. അതുപോലെ ഇരുമ്പമ്പുളി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരുമ്പമ്പുളി തറവാട്ടിലുണ്ട്. ചേച്ചിക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിലേ ചേച്ചിക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഒരു കോമ്പൗണ്ടിലേക്ക് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പോക്കറ്റ് വഴിയാണ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുവൻ ചേച്ചിയുടെ ബന്ധുക്കളാണ്. അതായത് അച്ഛൻ്റെ അനിയന്മാരെ മക്കള് അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മൾക്ക് അവിടെ വലിയൊരു അങ്ങനെ തന്നെ. പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇടയ്ക്കും പിടയ്ക്കൊക്കെ ആയിട്ട് വേറെ വീട്ടുകാരുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ആരുമില്ല. ഇവിടെ ഈ ഒരു ഇതിലേക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ എത്ര വീടുണ്ട്? 5 വീടാ വെച്ചാൽ 5 വീട്ടുകാരുണ്ട്. അവർ 5 വീടും ബന്ധുക്കളാണ്. വള്ളൂർ വളപ്പിൽ വീടുകളാണ്. പിന്നെ ഇവിടെ വീട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ ചേച്ചി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒക്കെ ഞാനും ചേച്ചിയും കൂടി മണ്ണുത്തിയെ പോയി മേടിച്ചതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ ടീച്ചർമാരുണ്ട്, ചേച്ചിയുടെ സിൽബന്തികൾ, അവർ കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടാ. അപ്പം ഇതാണ് ബാക്കിലത്തെ കാഴ്ച. നമുക്കിനി നൂൽപൂട്ടുണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഉമ്മറത്തെ കാഴ്ചകൾ കേട്ടോ. ഹോം ടൂർ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള ചെടിയുടെ ശേഖരങ്ങളൊക്കെ. ചേച്ചി നമ്മുടെ വീട്ടിലത്തെ പോലെ തന്നെ അതേ നമ്മുടെ ബൊഗെയിൻവില്ലൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടാ. വേണ്ട, ഇതൊക്കെ നമ്മൾ പഴയ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. പിന്നെ എൻ്റെ അടുത്തുനിന്ന് ഓരോ കൊമ്പൊക്കെ കൊണ്ടുവന്ന് കുത്തും. പിന്നെ നമ്മൾ മണ്ണുത്തിക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മേടിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി. പച്ചമുളക് തൈകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ ഉണ്ടാവണ പച്ചമുളകൊക്കെ ഇപ്പോൾ കുരുടിക്കുക.
ഇവിടെ ചേച്ചിയുടെ അടുത്ത് കുറേ പച്ചമുളകൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുപോയി നമ്മളവിടെ നട്ട് നോക്കണം. നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഗ്രോ ബാഗുകൾ മാറ്റി ഉമ്മറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിനി. ഇത് നമ്മുടെ പറമ്പല്ലാട്ടാ, വേറെ ആളുടെ പറമ്പ്. പക്ഷെ ചേച്ചി അവിടെ കുറേ ചെടികളൊക്കെ, വേറെ ആളുടെ പറമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്നത് അവരുടെ ഒരു ബന്ധുവിൻ്റെ വീടാണ്. അപ്പോൾ ആ പറമ്പിൽ തന്നെയാണ് വെച്ച് നോക്കണേ. കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് അവിടെ അറ്റം വരെ. അതാണ് തറവാട് കേട്ടാ. അപ്പോൾ തറവാട്ടിൽ പാപ്പനും മേമയും പിന്നെ അനിയന്മാരൊക്കെ ഉണ്ട്. 3 ആൺപിള്ളേരാണ് അവിടെ പാപ്പനുള്ളത്. അതിൽ 2 ആൾക്കാർ അവിടെ ഉണ്ട്. ഒരാൾ വീട് വേറെ വെച്ച് മാറി താമസിച്ചു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആളും ആട്ടോ എനക്കമൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ചേച്ചിയുടെ. എപ്പോഴും ആൾക്കാരുണ്ടാവും, എപ്പോഴും ഇളയമ ഉണ്ടാവും. ഇവിടെയുണ്ട്, ചേച്ചിക്കും ഉണ്ട് ഒരിളയമ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചുറ്റും മതിൽ കെട്ടിയിട്ടില്ല. ഇതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബേബി മെറ്റൽ ഇട്ട് വെക്കുക. അപ്പോൾ ഹോം ടൂറിൽ കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ തൊണ്ടവേദനയും അതുപോലെ തന്നെ നമ്മുടെ ചുമയും ഉണ്ട്. അപ്പോൾ ഒരു കരകരപ്പുണ്ട് കേട്ടോ ശബ്ദത്തിന്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇവിടേക്ക് ഇറങ്ങിയപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. LCB ഒന്നും മാറ്റിയിട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കണ്ട ചേച്ചി ഇതുപോലെ തന്നെ നല്ലൊരു ചെടിപ്രാന്തിയാണ്. ചേച്ചിക്ക് നേരവും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കടയിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ ഫ്രീ അല്ലേ. 5 മണിയാകുമ്പോൾ 5:30 ആകുമ്പോഴേക്കും ആൾ കടയിൽ നിന്ന് വരും. പിന്നെ ഈ ചെടികളുടെ ഇടയിലും ആ ഒരു പിന്നെ കുഞ്ഞിനൊക്കെ വലുതായില്ലോ, കുഞ്ഞു പിള്ളേരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മീൻകാരൻ ചേട്ടൻ പോം അടിച്ചു പോണു. ഇതാണ് ഇവിടെ ആറ്റം വരും ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടാ. 4 സൈഡിലും ചെടികൾ വെച്ചിട്ടുണ്ട് വീടിൻ്റെ. ഇവിടെ തൊട്ട് അറ്റം വരെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന ചെടി. വെയിൽ കൊള്ളാണ്ടിരിക്കാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ചേന്തേലും ചേച്ചിയിലും മറ്റേ സാധനം ഇല്ലേ, കുനു 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 കുനു, ഇതല്ല ഇതിൻ്റെ തന്നെ കുനു കുനു കുനു. ശ്രീയുടെ ചാനലിൽ നല്ല തൃശ്ശൂർ ഭാഷ കേൾക്കാമെന്ന് പറയുന്നവർക്ക് വെറും 10% മാത്രമേ നിങ്ങൾ കേൾക്കണുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പരസ്പരം സംസാരിക്കുമ്പോഴാണ് കൂടുതലും തൃശ്ശൂർ ഭാഷ വരുന്നത്. അതിലാണ് ഈ എന്തുട്ടാ അങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള കുറച്ച് നീട്ടലുകൾ ചുരുക്കലുകളൊക്കെ വരുന്നത്. ഇപ്പോൾ ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ കണ്ടില്ലേ, ഒരു പാട്ട് പാടുന്ന പോലെയാണ് നമ്മൾ സംസാരിക്കുക. എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളവർക്ക് കൂടുതൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹോം ടൂർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാട്ടോ. ഇന്നലെ ഇവിടെ നിന്നിട്ട് ആ റീല് ചെയ്തേ നിങ്ങൾ കണ്ടായിരുന്നോ? ഞങ്ങളുടെ റീല് എൻ്റെയും കുഞ്ഞിനും ഞാനും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ റീല് ഇട്ട് പതിവാ. ചേച്ചി അവിടെ എന്തോ കത്തിക്കാനായിട്ട് ഇട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വാർപ്പിൻ്റെ ഒരു റൗണ്ട് സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് വീട്ടിൽ മേടിച്ച് തരണം. ഒരുപാട് വട്ടം ഞാൻ ഭാഗ്യൻ്റെ അടുത്ത് പറയും. ഭാഗ്യന് ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ടേ നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കൽ വളരെ കുറവാണ്. പിന്നെ നമുക്ക് നമ്മുടേതായ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഹോം ടൂർ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ പരീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞു. ഇനി 4-ാം തീയതി ഉള്ളൂ. അപ്പോൾ കുറേ ദിവസമായി പറയണേ കുഞ്ഞൻ ഒന്ന് റിലാക്സ് ആവണം വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇങ്ങനെ റീലൊക്കെ ചെയ്ത് ഒന്ന് ആൾ സെറ്റാവും. പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഒന്ന് കറങ്ങാനൊക്കെ പോവും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ ഹോം ടൂർ ചെയ്യുന്ന കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടാ. ഉറങ്ങി എന്നല്ലേ അച്ചല്ലിയാണ്ട് ഉറങ്ങാറുണ്ടാ? കളിക്കാൻ പോവാനുള്ള ഇൻട്രസ്റ്റ് ആൾക്കൂടെ കളിക്കാൻ ആൾക്കാരുണ്ട്. വിചാരിച്ചേട്ടൻ വൈകുന്നേരം പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാ നോക്കണ്. അല്ല പിന്നെ അച്ഛനവിടെ ഒറ്റയ്ക്കല്ലേ, ആ ഒരു വിഷമം ഞങ്ങൾക്ക് ഇന്നലെ രാത്രി മുഴുവനും ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമ്മൾ കൂടുതലും മാറി നിൽക്കാത്തതും. പഴയ വീടിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാ മരങ്ങളും മുറിച്ചു, വേപ്പടക്കം. ഇതിപ്പോൾ നിറച്ചുണ്ടായിട്ടുണ്ട്, നിറച്ച് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരുപാട് കഴിക്കാൻ പാടില്ല, സിട്രസ് അല്ലേ. പഴയ വീടിനോട് ചേർന്ന് നിന്നിരുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സോഡാപ്പുളി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന ഈ ഒരു മരം. ഇതിന്റെ തൈ ചേച്ചിക്ക് എടുത്ത്, നമ്മുടെ വീട്ടിൽ ഇതില്ല, ഇതിന്റെ ഒരു തൈ ചേച്ചി എനിക്ക് പറിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കൊണ്ട് നടണം. പക്ഷെ നമ്മുടെ ഡെൽസിന്റെ വീട്ടിൽ ധാരാളം ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നത് ഈ ബാക്ക് വശത്ത് ഇരുന്നിട്ടാണ്. ആര് വന്നാലും ഇവിടെ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നതും. പിന്നെ ചേച്ചിക്ക് അത്യാവശ്യം കുഞ്ഞു രീതിയിലുള്ള ചെടിത്തോട്ടം കാര്യങ്ങളൊക്കെ ആൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പതിയെ പതിയെ അത് വലുതാവും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഷാർക്കൂട്ടുണ്ട്, ഷാർക്കൂട്ടൻ കണ്ട. അത്ര പോരേച്ചതിന്, അത് വലിയ മീനല്ലേ. വർക്ക് ഏരിയ അവിടെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യാം. മറ്റേ അടുക്കളയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട്, മെയിൻ അടുക്കളയിൽ വലിയ കാര്യമായിട്ടുള്ള യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടാ. മിക്കതും അമ്മ വീട് പണി കഴിഞ്ഞപ്പോൾ, ഇപ്പം ചേച്ചിയുടെ വീട് പണി കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയും ഉണ്ടാവും എല്ലാ ദിവസങ്ങളും. ഒന്നിൽ എവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടാവും. അവിടെ മണ്ണമ്പട്ട നിൽക്കൽ ചെടികളുള്ള കാരണം കൊണ്ട് വളരെ കുറവാണ്. അച്ഛനും അമ്മ എപ്പോഴും ഉണ്ടാവും.
അപ്പോൾ പിന്നെ ചേച്ചി കടയിൽ പോവും, കുഞ്ഞൻ സ്കൂളിൽ പോവും. അപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ ഇവിടെ, അമ്മ കടയിൽ പോവും. അപ്പോൾ വീട്ടിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വളരെ കുറവാണ്. ചേച്ചി പച്ചക്കറികൾ എടുത്ത് വെക്കുക. പച്ചക്കറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്കാണ് അടുത്ത് കട, നമ്മുടെ തലൂര് കട ചേച്ചിക്കാണ് ഏറ്റവും അടുത്ത്. നമുക്ക് കുറേ ദൂരം വരണം. നമ്മുടെ തലൂര് വീടായിരുന്നപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടി ഓടി വരുമായിരുന്നു ശ്രീകുട്ടനെ കാണാനും നമ്മുടെ സപ്പോർട്ട പൊട്ടിക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ചേച്ചിക്കാണ് ഏറ്റവും അടുത്ത് കടയുള്ളത്. അപ്പോൾ ചേച്ചി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും കടയിൽ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ വല്ലൂരിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുമല്ലോ. ഇപ്പോൾ ചക്ക മാങ്ങിയ ഡ്രസ്സുകൾ ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് ചേച്ചി കടയിൽ വരുമ്പോൾ പച്ചക്കറി എടുത്തിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് പതിവ്. അപ്പൊ ഇന്നലെ പച്ചക്കറി കൊണ്ടുവന്നതാണ് കേട്ടോ ചേച്ചി. ചേച്ചി എല്ലാം കൊണ്ടുവന്നത്. അമ്മ മിക്കതും പച്ചക്കറികൾ കൊണ്ടുവരിക. ഇവിടെ ചേച്ചിക്കുള്ള പച്ചക്കറികൾ ഇത്തിരി ഇത്തിരി എല്ലാം വേണ്ടു. ഇത് എത്രയൊക്കെ കോവക്കായ ഇതന്നെ ചേച്ചി ചിലപ്പോൾ 2 ഉപ്പേരി വെക്കും. ഇതുണ്ട് ഒരു ചാറൂര് ഉപ്പേരി വെക്കുന്നാണ്. ഒരു മാസത്തേക്കുള്ള പച്ചക്കറി ഉണ്ട്. ചീരക്ക് ഉണ്ടാവും, പിന്നെ ഉണ്ണിപ്പിണ്ടി കാര്യങ്ങളൊക്കെ തരും. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഇവിടെ. അപ്പൊ ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ഫ്രിഡ്ജൊക്കെ ഒരുക്കി വയ്ക്കാം. ഞങ്ങൾ ഇന്നലെ പിസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തലൂര് വീട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തേത് എൻ്റെ അയൽപ്പക്കക്കാര്, എൻ്റെ ബിന്ദേച്ചി, അപ്പു, പിന്നെ അവിടെ ഉണ്ണിക്കുട്ടൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരും എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പോന്നോടുകൂടി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ആകെ മാറിയെന്ന് ബിന്ദേച്ചി പറയാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ തിരിച്ചു പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നും തോന്നാറില്ല. പക്ഷെ ചേച്ചീനെ കാണാൻ പറ്റണില്ല എന്നുള്ളൊരു സങ്കടം വല്ലാണ്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം മിക്ക ദിവസങ്ങളിലും ചേച്ചി ഓടി വരുമായിരുന്നു കാണാൻ വേണ്ടിയിട്ടേ. ഇപ്പോൾ തലൂരിൽ നിന്നൊക്കെ ഇപ്പോൾ നമ്മുടെ ഒല്ലൂരിൽ നിന്ന് വല്ലൂർക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു പ്രയാണം തന്നെയാണ്. പിന്നെ കാലത്ത് നമുക്ക് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെയാണ് നമുക്കുള്ളത്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിന്റെ കൂടെ നാളികേരം പാലാണ് കഴിക്കാറുള്ളത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നാളികേരം പാലാണ് ഇഷ്ടം. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പിന്നെ എന്തായാലും എരിവ് വേണമെന്ന് വിചാരിക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ കൂടുതലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഉച്ചയ്ക്കും കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കാണുന്ന വാഴയുടെ യൂസ് ചെയ്യാം എന്നതാണ്. എച്ചിത്തരെന്ന് പറയുന്നത് കുഞ്ഞാണ്. റെസിപ്പികളൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ വെക്കുന്ന കറികൾ തന്നെയായിരിക്കും ചേച്ചി വെക്കുന്നുണ്ടാവുക. ചേച്ചി വെക്കുന്ന കറികളൊക്കെ ആയിരിക്കും അമ്മ വെക്കുന്നുണ്ടാവുക. ഇതൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് പിന്നെ അമ്മേന്ന് അമ്മൂമ്മേന്നൊക്കെ ആവുന്നു മാത്രം. കൊടുക്കുക ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ല കേട്ടാ. നീ കയ്യ് പൂട്ട് കയ്യ് പൂന്ന് പറ്റാണ്ടാവുമ്പോ വിളിക്കില്ല. കർഷകനല്ലേ കള പറിച്ചിറങ്ങി 25 കൊല്ലായി. ഇന്നേ വരെ എനിക്ക് നാളെ അറിഞ്ഞിറങ്ങുമ്പോ കൈമുറി കണ്ടിരുന്നില്ല. നോക്ക് ചേച്ചി. ഈ അയൽപ്പക്കക്കാർ ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളെക്കാളും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് തോന്നിയിട്ടുള്ളത് എനിക്ക് നമ്മുടെ തലൂര് വീട്ടിൽ നിന്ന് മാറി നമ്മുടെ വല്ലൂർക്ക് പോന്നപ്പോഴുള്ളതാണ്. ഇവിടെ ചേച്ചിക്കും ഇവിടെ നമുക്ക് വല്ലൂരും അയൽപ്പക്കം എന്ന് പറയാനായിട്ട് എനിക്കിവിടെ ഡെൽസി ആൻറ്റി ഉണ്ട്. പക്ഷേ ചേച്ചിക്ക് ഫുള്ളും ബന്ധുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ ജിൻ ചേച്ചിയുടെ ഒരു വല്യച്ഛൻ്റെ മോൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ ഇവർ ഒരുപാട് പേര് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു സമൂഹം അവിടെ ഉണ്ട്. അത് കാരണം ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ട് ഉണ്ട് കേട്ടോ. ചേച്ചിക്ക് എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും വർത്താനം പറയാൻ വേണ്ടിയിട്ട് അവിടെ. പാലാ അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാച്ചിപ്പുളി അമ്മമ്മയുടെ ചായ ഉണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ പണ്ടൊരു കാച്ചിപ്പുളി അമ്മമ്മ ഉണ്ടായിരുന്നു. ഇതുപോലെ ഉച്ചിയിലൊക്കെ മുടി കെട്ടി വെച്ചിട്ട് ഉള്ള ഒരു അമ്മൂമ്മ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളൊക്കെ ഇതാ മേശാമ്മ നിരന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കണ പതിവൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ കുറച്ച് നീങ്ങിയിട്ട് നമുക്ക് ഒരു 4 കസാരയും മേശയും ഒക്കെ ഉണ്ട്. അവിടെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത്. ഇന്നിപ്പോൾ അധികം ജനസംഖ്യയുള്ള കാരണം കൊണ്ടായിരുന്നു തോന്നുന്നു നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നൂലപ്പവും അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഹോം ടൂർ എടുക്കാൻ പോവാ. വയനകളും കാട്ടൻ
ഏട്ടന്റെ ചെടികളായിട്ടായിട്ട് ചെടികൾ ഭയങ്കര ഇഷ്ടാട്ടാ. ഏട്ടായിനെ സംബന്ധിച്ചിടത്തോളം വീട് ഇപ്പൊ പണിയാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും പിന്നിക്കൂടെ കമ്പൽ ചെയ്താണ് അങ്ങനെ വീട് പണിയാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയത്. പക്ഷെ വീട് പണി തുടങ്ങിയപ്പോൾ അത് പെട്ടെന്ന് നമ്മളിപ്പോൾ എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ 6 മാസം കൊണ്ട് നമ്മുടെ വീട് പണി പൂർത്തിയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ കാര്യങ്ങളും എവിടെ എങ്ങനെ വേണം എന്നൊക്കെ ഏട്ടന് നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ചെടികൾ മേടിക്കുമ്പോഴായാലും ചട്ടികൾ മേടിക്കുമ്പോഴായാലും ഒക്കെ മിതമായ രീതിയിൽ എല്ലായിടത്തും ഒതുക്കി വയ്ക്കാനായിട്ട്. പിന്നെ നമ്മുടെ പോലെ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക, കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചുമതലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടന്റിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് മേടിക്കാറുള്ളത്. അവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് കാരണം കൊണ്ട് എല്ലാം വെച്ചോടത്ത് തന്നെ നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഒന്നും കൂടെ ഭംഗിയാക്കി കേട്ടോ. നമ്മുടെ ഈ ഹോം ടൂറിൻ്റെ ഭാഗമായിട്ട് അച്ഛനമ്മയില്ലാത്ത സങ്കടം എപ്പോഴും ഉണ്ടാവുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഏകാന്തത പോലെ ഫീൽ ചെയ്യും. കുറച്ച് നേരം നാളൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ളവരല്ലേ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമ്മൾ അതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇഴുകി ചേർന്ന് മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ ഹോം ടൂറിൽ നിങ്ങൾ ഒരുവിധം എല്ലാ ഭാഗങ്ങളും കണ്ടിട്ടുണ്ടാവും. ഈ ഇലയും കൂടെ തിളങ്ങുന്നുണ്ട്. എല്ലാത്തിനും ഏട്ടൻ അടിപൊളിയായിട്ട് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോം ടൂറിലെ ഏട്ടൻ്റെ അവതരണം ഇഷ്ടമായെന്ന് പറഞ്ഞു ഒരുപാട് പേര്. വളരെ നന്ദി. ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ചെക്കലോ ഡ്രാഫ്റ്റലോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ ഹോം ടൂർ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ അതിഗംഭീരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലേ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ആ ചേട്ടൻ വരുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്നറിയൂ, നമ്മുടെ നെന്മ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വീടിൻ്റെ നെയിം ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യനാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ചേട്ടൻ ഒരു ബന്ധുവാണ് കേട്ടോ, നമ്മുടെ ഒരു കസിനാണ് ആ ചേട്ടനാണിത് ഇവിടെ ഫിറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ വന്ന് ഫിറ്റ് ചെയ്യട്ടെ, ഇനി നമുക്ക് ബാക്കി ഹോം ടൂർ അത് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചു. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിന്റെ പേരിന് വേണ്ടിയിട്ട്. പക്ഷെ അത് ഏട്ടൻ തന്നെ സെലക്ട് ചെയ്തൊരു പേരാണ്, നന്മകളാൽ നിറഞ്ഞിട്ടുള്ള ഒരു വീട്. ഇന്നലെ നമ്മുടെ ശ്രീനിയുടെ കല്യാണം ചോദിക്കുന്ന വീടിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അത് ഇപ്പോഴും നമ്മുടെ വീടിന്റെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒതുക്കിക്കൊണ്ട് ഒരു ഷോർട്സ് ആയിട്ട് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഹോം ടൂർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. മുരിങ്ങയിലത്തോരനുണ്ട്, മീൻ കൂട്ടാനുണ്ട്, സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ വേറൊരു വീട്ടിലേക്ക് താമസിക്കാൻ പോവുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ കുറച്ച് നേരം സംസാരിക്കുക, കുറേ ആൾക്കാരായിട്ട് സംസാരിക്കുക, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ മാറ്റി വയ്ക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ആ ഒരു ലോകമായിട്ട് പെട്ടെന്ന് എന്താ പറയുക അങ്ങോട്ട് വല്ലാണ്ട് അങ്ങ് ആസ്വദിച്ച് പോകും. ഒരു തിരിച്ചു വരാൻ നേരത്തെ ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ എത്ര നാൾ കഴിയണേ ഇങ്ങനെ ഒന്ന് കൂടണം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. എത്ര നാളുകൾക്ക് ശേഷമാവുന്ന ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കണ്ടാവുക. അപ്പം ഏട്ടായി കാലത്ത് മേടിച്ചുകൊണ്ട് വന്നതാ. ശ്രീകുട്ടൻ പറഞ്ഞില്ലേ പാലലിഞ്ഞ ഐസ്ക്രീമായിരുന്നു. ആ സംഭവമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് സൊറ പറയണത് അതൊരു സുഖല്ലേ അല്ലേ. പേഴ്സണൽ ഡിസൈനറാണ് കുട്ടി ഇരിക്കുന്നത്. എനിക്ക് ഏത് ഡ്രസ്സ് വന്നാലും അത് ആൾട്ടർ ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ഒരു കുണ്ടുമണിയായിട്ട് ഇരിക്കുന്ന കാരണം കൊണ്ട് ബോഡി ഒന്നും വലിയ ഷേപ്പ് ചെയ്യേണ്ടി വരാറില്ല. ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടായിരുന്നു ലീച്ചേ, ഭയങ്കര ക്ഷീണിച്ചിട്ടായിരുന്നു. ഇവരെന്നെ തീറ്റിയാണ് ഈ പരിവാക്കിയത്. ഇപ്പൊ ഗുണ്ടുമണി ഇപ്പൊ എന്നോട് ഒരു വണ്ണം കുറയ്ക്കുമാളോ എന്ന് പറയും. അപ്പൊ ചേച്ചി ഞങ്ങക്ക് റീല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തയ്ച്ചു തരാണ് കുട്ടികളെ. ഏട്ടായി ഏക്കടെ കടയിൽ പോട്ടായ എവിടെയാ? ഓക്കെ, റിസപ്ഷനെ വിളിച്ച് നോക്കുന്നത്. അയൽപ്പക്കത്തൊരു കല്യാണം ഉണ്ട് ഏട്ടൻ്റെ തേപ്പേരിയാണിത്. കിച്ചണിലിട്ട് തയ്ക്കുന്ന ആൾക്കാരുണ്ടോ? ഇത് കരിഞ്ഞതല്ല ഏട്ടായി പറയത് മൊരിഞ്ഞതാണ്. നിങ്ങൾക്ക് റീലെടുക്കാനുള്ള ഒരുക്കത്തിൽ ഏതാ പാട്ട് എന്തെല്ലാം പാട്ടുണ്ടാണ്? ഏതാണ് പഠിച്ചു വെച്ചതല്ലേ? ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ അത് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് വർത്താനം പറയേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ചേച്ചിക്കും കൂടി ഞങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ടേ ആള് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത് കേട്ടാ. ഈ
മസാല ഇപ്പൊ കിട്ടിയ കാരണം ഇടുന്നതാ. എന്നിട്ടാണ് പിന്നെ എനിക്ക് വലിയ പിടിപാടില്ലേ. ബേ ലീവ്സ്. റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്. ചിക്കൻ കറി നമ്മൾ കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബിരിയാണി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി, ഈ ചോറും കൂടിയിട്ട് വഴറ്റി, അതിലൊരു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചിക്കൻ കറിയും ബിരിയാണിയും ഒരു അച്ചാറും പിന്നെ ഇത്തിരി സർലാസും കൂടി ഉണ്ടെങ്കിൽ ആ ഉച്ചയ്ക്കത്തെ പരിപാടി അവിടെ അവസാനിക്കുമല്ലോ. ഉപ്പിട്ടിട്ട് ഇളക്കി ഇനി അടച്ചു വെച്ചാൽ ആവി കയറ്റിയ നമ്മുടെ ബിരിയാണി റെഡി. വാവ്. നമ്മൾ വേറെ കോലത്തിൻ്റെ ആയതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ റീൽ എടുക്കാൻ പോവാണ്. ഏതാണ് റീൽ? നമ്മുടെ പ്രേമോദാരനായി. എൻ്റെ ശ്രുതിയും പിച്ചൊക്കെ അടിപൊളിയായി. വേറെ ഏതോ പാട്ടായിട്ടാ തോന്നണേ. അവിടെ ഞാൻ വേറൊരു ചിത്രം കാണിച്ചാരാ. വാട്ട് യു ഗൈസ് ആർ ഡൂയിങ് ദർ? ഇവിടെ അല്ലെങ്കിൽ ചെല്ലുമ്പോഴാ ചെയ്യാറ്. ചേച്ചി പോകാൻ റെഡി ആയിട്ടിരിക്കുക. ചേച്ചിയുടെ നഖം വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യാമറാമാൻ ചേച്ചിയാട്ടാ ഇന്നലെ ശ്രീഹരി ചെയ്തത്. ഇന്നലത്തെ ഞങ്ങളുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ നമ്മുടെ ഡാൻസ് ഏതാണെന്നോടാ? ജിങ്കി ജിങ്കി ജിമ്മിക്ക് പോട്ട്. നമുക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിലത്തെ ഒരു ചേച്ചി അയച്ചെന്ന കുറേ ഡ്രസ്സിലത്തെ ഒരു ഡ്രസ്സാണ്. ചേച്ചിയാണ് അൾട്ടർ ചെയ്യുന്ന ആളെ. അപ്പോൾ ചേച്ചി അൾട്ടർ ചെയ്തിട്ട് എനിക്കിപ്പോൾ തന്നതാട്ടോ. അപ്പം ഞാൻ കറുപ്പും കുഞ്ഞൻ ചുവപ്പാണ് ഇടുന്നത്. അപ്പൊ തോന്നിയ സ്റ്റെപ്പ് കളിച്ചിട്ട് അവിടെ വെച്ച് തെറ്റിക്കും. ഇതല്ല സ്റ്റെപ്പ്, വേറെ സ്റ്റെപ്പാണ്. നമുക്ക് മുകളിൽ പോവാം. മുകളിലാണ് ഗ്യാസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരം പഴയ പോലെ ഒന്നും വഴങ്ങണില്ല എന്നുള്ള നല്ല സങ്കടമുണ്ട്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഓട്ടോയിൽ കയറിയിട്ട് ഇതാ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ്. നമ്മളെല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ കൊള്ളാണ്ടായിരിക്കണം. കുഞ്ഞിനും ശ്രീകുട്ടനും ഒക്കെ വളർന്നപ്പോഴേ ചില സമയങ്ങളിൽ നമ്മൾ അപൂർവമായിട്ട് ഇതിങ്ങനെ ഓട്ടോ യാത്രകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. കൂട്ടത്തോടെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ഫാമിലി ഇങ്ങനെ എന്താ പറയുക എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിള്ളേരൊക്കെ വലുതാവാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. അങ്ങനെ നമ്മളിത് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഹൈലൈറ്റ് മാളിലേക്ക്. സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് മാളിലേക്ക് ചേച്ചിക്കും എനിക്കും സെയിം ദൂരം എന്ന് പറയാൻ പറ്റില്ല. എനിക്കാണ് കുറച്ച് കൂടുതൽ ദൂരം ഉണ്ടാവുക. അങ്ങനെ അവിടെ ചെന്നു. പ്രത്യേകിച്ച് നമുക്കൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അമ്മേനെ ഈ സൂപ്പർ മാർക്കറ്റ് കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഒരു ഇൻറ്റൻഷൻ ട്ടാ. കാരണം എപ്പോഴേക്ക് വിളിച്ചാലും അമ്മ വരില്ലാന്നേ, നടക്കാൻ മടിയാന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം കടയിലത്തെ പണികളും അവിടുത്തെ തിരക്കും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഈ ആടുജീവിതം ഉണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് കുറേ നാള്. ഭാഗ്യനെ അന്വേഷിച്ച് ആരോ വന്നതാണടാ. അത് കാരണം കൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഭാഗ്യം നമ്മുടെ ഇവിടെ ഇല്ല, വാഴ നനയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പോയി. അപ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് വരാം. ഈ ഡ്രസ്സുകളൊക്കെ കുറേ എടുത്ത് നോക്കിയിട്ട് ആൾ അപ്പോൾ പറഞ്ഞു പതിവ് പോലെ തന്നെ എല്ലാ അമ്മമാരെയും പോലെ തന്നെ എൻ്റെ അമ്മോ എന്തൊരു വിലയാ എന്നൊക്കെ പറഞ്ഞു. എന്നാലും വെറൈറ്റി കുറേ ഐറ്റങ്ങളൊക്കെ കണ്ടു. എസ്കലേറ്ററിലേക്ക് എൻ്റെ കൈയും പിടിച്ച് പോരുന്ന അമ്മ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ ആ സൈഡിലേക്കൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ തുറക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ അമ്മ പറഞ്ഞു ഇവിടെ ഡ്രസ്സുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മാളാണെന്ന്. കാരണം അത്രയധികം ഡ്രസ്സുകളുടെ ഷോപ്പുകൾ ഉണ്ടായി. ഇവർക്കൊക്കെ പരിപാടിക്കൊന്നും വരാത്ത ആളാ ഞങ്ങളുടെ കൂടെ വന്ന് പെട്ടു നമ്മ. ഈ മാളുകളിൽ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോവുക അല്ലെങ്കിൽ കുറേ നാൾ നേരം നടക്കുക എന്നുള്ളതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയല്ലല്ലോ. അത് കാരണം കൊണ്ട് ഭാഗ്യനും ഏട്ടായി അച്ഛനൊക്കെ നൈസായിട്ട് സ്കൂട്ടായി. അപ്പോൾ നമ്മളിവിടെ തിയേറ്ററൊക്കെ വരുന്ന സമയമാണെങ്കിൽ പിന്നെയും ഭാഗ്യമൊന്ന് കൂടിയാണ് ഒരു സിനിമയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഫുഡ് കോർട്ട് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളതായിരുന്നു കേട്ടോ. മുകളിൽ തന്നെ ഒരുപാട് വേറെ വേറെ ഷോപ്പുകളും മോമോസുകളും വെറൈറ്റി ഐറ്റംസും ഒക്കെ നമുക്ക് കിട്ടും. ഇതൊന്നും നമുക്ക് കഴിക്കാൻ വേണ്ടാത്ത കാരണം കൊണ്ട് അമ്മയുടെ ഇൻട്രസ്റ്റ് ആ കൂട്ടുവായിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമെന്നില്ലേ. അതൊന്നും നമുക്ക് വലിയ ആവശ്യമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ കുറച്ച് നേരം മാറി നിന്ന് നമ്മുടെ കുട്ടനല്ലൂരിൻ്റെ കാഴ്ച ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ അങ്ങ് പാലക്കാട് റൂട്ടിലേക്കുള്ള വ്യൂ കാണിച്ചു തരാറുണ്ട് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് പരിചയമുള്ള ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ കുട്ടനല്ലൂർ അങ്ങ് വിശാലമായിട്ട് കാണാൻ പറ്റും. തൃക്കൂർ അമ്പലങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭാഗ്യന് കുറച്ച് ചാട്ട് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ഭാഗ്യന് ഷോപ്പിലാണ്, നമ്മുടെ മണ്ണുത്തി ഷോപ്പിലാണ്. വരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ കാരണം ഭാഗ്യനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓർഡർ കൊടുത്തിട്ട്. പിന്നെ നമ്മളൊരു ചോക്ലേറ്റ് വഫേഴ്സ് ഓർഡർ ചെയ്തു. 170 രൂപയോ മറ്റോ ആണ് ഈ ഒരു ചെറിയ കഷ്ണത്തിന് വില കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ ശ്രീകുട്ട അതിനൊക്കെ ഞാൻ ഇതുപോലത്തെ 10 ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യൂലേ ഈ ഒരു കാര്യം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എന്ത് സാധനങ്ങളായാലും. പക്ഷെ നമുക്ക് അപ്പം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മേടിച്ച് കഴിക്കണം. ഇപ്പം ഈ അടുത്താണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. പിന്നെ ഈ പ്ലാറ്റർ എന്ന് പറയുന്നത് ഇവരൊരു കോംബോ ആയിരുന്നു. അതിലിതാ ഈ ഒരു എത്ര എണ്ണം 12 എണ്ണം.
എല്ലാത്തിനും അടിപൊട്ടി. കുഴപ്പമുണ്ടായില്ല കേട്ടോ. നല്ല ഫുഡായിരുന്നു. എന്നാലും നമ്മൾ തന്നെ നമ്മുടെ ടീ കടയില്ലേ, നമ്മുടെ ഇവിടെ തൃശ്ശൂർ നമ്മുടെ മധുരൈ ടീ കടയിലത്തെ കഴിക്കുന്ന ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ആ ഒരു ആംബിയൻസിൽ ഒരുപാട് കൂട്ടത്തോടെ കൂടി ഇരുന്ന് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടെന്ന് മാത്രം. ഇതൊക്കെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കേണ്ടത്, എനിക്ക് അങ്ങനെ ക്രിസ്പിനെസ് ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ശ്രീകുട്ടനും ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയമ്മ ചീത്ത പറയാ, പിന്നെ നിനക്ക് എന്താണാ വേണ്ട എന്ന് ചോദിച്ചിട്ട്. അപ്പം എരിവുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചേച്ചിയമ്മ അവന് കുറെ നന്നായിട്ട് ജെല്ലായി പോകും. ഒരു രണ്ടാളെ ചേരുള്ളൂ, ഞാനും കുഞ്ഞിനും ചേരുന്ന പോലെ തന്നെ. കുഞ്ഞിന് പിന്നെ ഇങ്ങനത്തെ വക സംഭവങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. അമ്മ ഈ വശത്തേക്ക് തിരിഞ്ഞ് നോക്കുകയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലുലുവിലേക്ക് പോയി. ലുലു ഡെയിലിയിലേക്ക് പോയി. അവിടെ നിന്ന് കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. അത്ര വലിയ വെറൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പച്ചക്കറി സെക്ഷനിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ കാണുന്ന വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രം. അപ്പോഴും അമ്മ പറഞ്ഞത് ഇതിനേക്കാളും ഫ്രഷ് ഐറ്റംസ് നമ്മുടെ KMBയിൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡ് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഫുഡായിട്ട് നമ്മളൊന്നും മേടിച്ചില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ അടിപൊളി ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ ഇരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അതിനോടൊന്നും വലിയ മതിപ്പ് തോന്നിയില്ല. പിന്നെ ഈ കേക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു വലിയ ഫ്ലേവേർഡ് ആയിട്ടൊന്നും നമുക്ക് തോന്നാറുമില്ല. മേടിച്ചിട്ട് കഴിച്ചിട്ടുള്ള കാരണം കൊണ്ടായിരിക്കും നെക്സ്റ്റ് എന്നൊക്കെ. പിന്നെ ഒരുപാട് വിപുലമായ കാര്യങ്ങൾ ഇപ്പം നമ്മൾ മാളിൽ പോകണതിൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു കുടക്കീഴിലെല്ലാം കിട്ടുക എന്ന് പറയില്ലേ, ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുകളിൽ പോണത്. പക്ഷെ മുകളിൽ പോയിട്ട് നമ്മളൊരു 5000 രൂപയ്ക്ക് മേടിക്കുന്ന സാധനങ്ങളും നമ്മളിവിടെ അടുത്തുള്ള കടകളിൽ നിന്ന് ഒരു 5000 രൂപയ്ക്ക് മേടിക്കുന്ന സാധനങ്ങളിൽ ഒരുപാട് വ്യത്യാസം തോന്നും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ചാക്ക് കുടഞ്ഞിടുമ്പോൾ നമുക്ക് തോന്നും, ദൈവം ഇത്ര സാധനങ്ങളാണോ ഇത്രയും അധികം കാശ് കൊടുത്ത് മേടിച്ചതെന്ന് തോന്നും. ആ നേരത്തെ സെയിം ആ കാശ് കൊണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്ന് കുറേ സാധനങ്ങൾ കിട്ടുന്നുള്ളൊരു ഫീൽ വരാറുണ്ട്. നമ്മളങ്ങനെ മേടിക്കുന്ന കാരണം കൊണ്ടായിരിക്കും. ഇപ്പോൾ ചേച്ചിമാർ ചേട്ടന്മാർ അങ്ങനെ മേടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ തുറമാങ്ങയൊക്കെ നമ്മൾ കണ്ടു. ഇതൊന്നും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെ പോകണ്ടേ കാണണമെങ്കിൽ, നമ്മുടെ സാധാരണ ഷോപ്പുകളിൽ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പച്ചക്കറി കടകളിലേക്ക് അല്ലെങ്കിൽ പച്ചക്കറി സെക്ഷനിലേക്ക് പോയപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു, ഇവിടത്തേക്കാളും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ എൻ്റെ കടയിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ആ ഒരു സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആവാല്ലേ. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ്, ഇതുപോലെ തന്നെ അച്ചാറുകൾ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ വെറൈറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മാളുകളിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ആവശ്യങ്ങളുണ്ടല്ലോ അവിടെ, അപ്പം നമുക്ക് ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നണമെങ്കിൽ എനിക്ക് പലപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് മാളുകൾ തന്നെയാണ് കേട്ടോ. ഈ വെറൈറ്റി ഫ്രൂട്ടുകളൊക്കെ ധാരാളം ഉണ്ട്. ഭാഗ്യം അച്ഛനെയും കൂടി വലിച്ചു കയറ്റി കൊണ്ടുവരാണ്ടിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നി അവിടെ നടന്ന് കഴിയാണ്ടായപ്പോൾ. പിന്നെ ഇതുപോലത്തെ കുറച്ച് കട്ട്ലറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ചേച്ചി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് പിന്നെ 2 കിച്ചണാണല്ലോ ഹാൻഡിൽ ചെയ്യേണ്ടത്. കടയിലത്തെ കിച്ചണും അമ്മ തന്നെയല്ലേ നോക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ക്രോക്കറി ഐറ്റംസും സാധനങ്ങളൊക്കെ മേടിച്ച് ഈ ഒരു സെക്ഷനിൽ കുറച്ചധികം നേരം നിന്ന് പിന്നെ നമ്മൾ ഭാഗ്യം വന്ന് കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഹൈലൈറ്റ് മാളിലേക്ക്. ഇപ്പോൾ എനിക്കായാലും ചേച്ചിക്കായാലും. എന്നാലും നമ്മൾ കൂടുതലും സാധനങ്ങൾ മേടിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് അല്ലല്ലോ, ഇവിടെ ഹൈലൈറ്റ് മാളിൽ നിന്ന് വീട്ടിലെത്തിയിട്ടാ. വലിയ കാര്യമായിട്ടുള്ള പർച്ചേസിങ് ഒന്നും ചെയ്തില്ല. പർച്ചേസിങ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ ഞങ്ങളിങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഞാൻ പോവാനുള്ള സാധനങ്ങൾ ഒതുക്കാം. അമ്മ എത്ര ദിവസം കഴിഞ്ഞാലും അമ്മ പോവാ? അമ്മ 2-3 ദിവസം നാളെ കാലത്ത് പോവും. കടയ്ക്ക് പോവില്ല ഇവിടെ നിന്ന്. അമ്മയ്ക്ക് ഇവിടെ നിന്ന് കടയ്ക്ക് പോകാനായിട്ട് എളുപ്പം. അപ്പം ഞാൻ എനിക്ക് കുറച്ച് 10 മണി ചെടികൾ പൊട്ടിക്കാണ്ട്, ഞാനത് പോയി പൊട്ടിക്കട്ടെ. അങ്ങനെയില്ലായിരുന്നു ഞങ്ങളില്ലാത്ത ഒരു ദിവസം. മിസ് മീ എന്നെ മിസ് ചെയ്താ കുറച്ച് നേരം പിന്നെ ഉറങ്ങി. പങ്കുവയ്ക്കല് തുടങ്ങി. 2 പങ്കുവയ്ക്കല് നടത്തിക്കൊണ്ടിരിക്കട്ടെ. അവിടെ ഞങ്ങളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കതും ഇങ്ങനെ തന്നെയാണ് കേട്ടാ. നമ്മുടെ നെയ്യൊക്കെ വലുതൊക്കെ മേടിച്ചിട്ട് ഞാൻ പകുതി കൊണ്ടുപോകും, ചേച്ചി പകുതി കൊണ്ടുപോകും. എന്തിനും ഇവിടെ സ്ട്രോബെറി വരെ പകുതിയാക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് കുഞ്ഞ്. അപ്പം അങ്ങനെ നമ്മുടെ ഇത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാ 190 രൂപയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ പാതൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടേ. അപ്പം ഇതിന് 2 അമ്മയ്ക്കുള്ളത് അമ്മ എടുത്ത് വെച്ചു. ഇനി 2 ചേച്ചിക്കുള്ളത് ചേച്ചി എടുത്ത് വെക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകും. 2 ദിവസത്തെ നീണ്ട സുഖവാസത്തിന് ശേഷം ഞങ്ങൾ മടങ്ങുകയാണ് ഗൈസ്.
അപ്പൊ നാളെ ന്യൂസും വായിക്കണം. പോട്ടാച്ചാ ടാറ്റാ. 12 മണിയാവുമ്പോ അങ്ങടെ എത്തുവോ? ചേച്ചി പറഞ്ഞ പോലെ തന്നെ 12 മണിയായപ്പോഴാണ് എത്തിയത് കേട്ടോ. അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.